വെൽക്കം ബാക്ക്. സോ ഇന്ന് ശ്രീഋഷിയുടെ മെന്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. സോ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് മെമ്മറി ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് മെമ്മറി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മിക്സപ്പ് ചെയ്യാറുണ്ട്, മറക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ ഓർത്തിരിക്കാനുള്ള പ്രശ്നം, പാസ്വേഡ്സ് മറന്നു പോവുക, ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിനോട് പാസ്വേഡ്സ് ചോദിക്കുക, പാസ്വേഡ്സ് റീസെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക സ്ഥിരമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് ഫോർ യു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ways ഹൗ യു ക്യാൻ റീറ്റെയിൻ യുവർ മെമ്മറി എന്നുള്ളതാണ്. ഞാൻ ഇതിൽ ചെയ്യുന്ന 2 മെത്തേഡ്സ് എനിക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ള 2 മെത്തേഡ്സാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് മെൻ്റൽ മാപ്പിംഗ്. മെൻ്റൽ മാപ്പിംഗ് എന്താണ്? ഒരു കാര്യത്തെ മറ്റൊരു കാര്യം നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോവില്ലേ ഗൂഗിൾ മാപ്പിൽ, അതുപോലെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. കാരണം നമ്മുടെ ബ്രെയിൻ ചില കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയമേന തന്നെ ഇപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ സംഭവം നമ്മൾ ബ്ലൂവിൻ്റെ കൂടെ ആലോചിക്കുന്ന ഒരു കളറാണ് ഗ്രീൻ. അതെങ്ങനെയൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സംഭവം ബ്ലൂവിനെയും ഗ്രീനിനെയും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ പിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഗേൾസ് എന്ന് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കും. ആക്ച്വലി അതൊരു ജെൻഡർ ന്യൂട്രൽ കളറാണ്. അതിനകത്ത് ഒരു രീതിയിലുള്ള എന്താ പറയുക സെക്സിസവും ഇല്ല. പക്ഷേ പിങ്ക് എന്ന് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബാർബി ഡോൾ അല്ലെങ്കിൽ ഗേൾസ് അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുക. ഫെമിനീൻ, കൂടുതൽ ഫെമിനീനായിട്ട് നമ്മൾ ആലോചിക്കും. സോ വൈ ഇസ് ഇറ്റ് സോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓരോ കാര്യങ്ങളെ ഒരു നമ്മൾ പെർസീവ് ചെയ്ത ഒരു രീതിയുണ്ട്. ആ ഒരു കൺവെൻഷണൽ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും. ഇപ്പം ഞാൻ പിങ്ക് എന്ന് പറഞ്ഞതിൽ നിന്ന് ബാർബി ഓർത്തു, അതുപോലെ ഗേൾ ഓർത്തു. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ആഗ്രഹമുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർക്കാൻ ഈസി ആയിരിക്കും. സോ അസോസിയേറ്റീവ് മാപ്പിംഗ് എന്നാണ് ഞാൻ എൻ്റെ ടേം ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അല്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമാണ്. ഇപ്പോൾ റിലേഷൻ വൈസ് ഓർത്തിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് റിലേറ്റീവ്സിൻ്റെ ഇപ്പം അമ്മായിയുടെ കുഞ്ഞമ്മയുടെ മോൻ അങ്ങനെയൊക്കെ ഓർത്തിരിക്കാൻ പാടുണ്ടെങ്കിൽ ഈ അസോസിയേറ്റീവ് മാപ്പിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസ് ലൈനിൽ നിന്ന് അസോസിയേറ്റ് ചെയ്ത് പോയാൽ മതി. അതാണ് മെമ്മറി മാപ്പിംഗ്, ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് തിങ്കിങ് അബൌട്ട് ഇറ്റ് റാൻഡംലി എന്നുള്ളതാണ്. അതായത് ഏറ്റവും റാൻഡം ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ ഇൻഡ്യൂസ് ചെയ്ത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക. കാരണം ഇപ്പം നിങ്ങളൊരു കാര്യം പഠിച്ചു, നിങ്ങൾക്കത് തീരെ ഇൻട്രസ്റ്റിംഗ് അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് തിങ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ഈ ഒരു മെത്തേഡ് അതിനെ മിമിക്ക് ചെയ്ത് ആ ഒരു നമ്മുടെ ട്രേറ്റിനെ, നമ്മളുടെ ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ട്രേറ്റിനെ മിമിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡംലി തിങ്കിങ് അബൌട്ട് ദ കൺസെപ്റ്റ് ദറ്റ് യു വോണ്ട് ടു റീറ്റെയിൻ എന്നുള്ളതാണ്. സോ ഈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഇൻഡ്യൂസ് ചെയ്ത് വരുന്നത് പോലെ, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ തലയിൽ ഇത് വരും. കാരണം നമുക്കത് ഇൻട്രസ്റ്റ് ആണ്, നമുക്കത് ഡോപ്പമിൻ ഹിറ്റ് തരുന്നുണ്ട്. അതുപോലെ തന്നെയാണിതും. സോ നമ്മൾ ഈ ഒരു തോട്ടിനെ, ഈ ഒരു കൺസെപ്റ്റിനെ നമ്മളുടെ റാൻഡമായിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ റാൻഡമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോഴോ, കുളിക്കുമ്പോഴോ, കഴിക്കുമ്പോഴോ ഒക്കെ വെറുതെ ഒന്ന് ആലോചിക്കുക, മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യുക. ആ ഒരു സംഭവം നമ്മുടെ മെമ്മറിയിൽ കയറും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. കാരണം അങ്ങനെയാണ് ആ മെമ്മറി റീറ്റെയിൻ ആവപ്പെടുന്നത്. ഇപ്പോൾ ഒരു നമ്പറാണ്, ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ്സ് ഒക്കെയാണ് ഓർത്തിരിക്കാൻ പാടുന്നുണ്ടെങ്കിൽ ഈ മെമ്മറി റിറ്റൻഷൻ അതുപോലെ തന്നെ പാസ്വേഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് ഡിഫറെൻ്റ് ആയ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കൺവെൻഷണൽ ആയിട്ട് നമ്മളെല്ലാവരും ചെയ്തു പോയ ഒരു കാര്യം, എഴുതി പഠിക്കുക എന്നുള്ളതാണ്. റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൂഡിൽസിൽ ഒക്കെ അത് എഴുതി നോക്കുക. കാരണം എഴുതി കഴിഞ്ഞാൽ നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരെയാണ്. സോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഒന്നാമത് അത് തിങ്ക് ചെയ്യുന്നു, രണ്ടാമത് നമ്മളത് കാണുന്നു, മൂന്നാമത് നമ്മളത്
നമ്മളുടെ ഒരു ക്രിയേഷനിൽ നമ്മളത് എഴുതുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ റീറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഒരു ടെൻഡൻസി കാണിക്കും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സാധാരണ എന്താ പറയുക, ഒരു ലോങ് ടേം, നമുക്ക് 2 ടൈപ്പ് മെമ്മറി ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, വേറൊന്ന് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിൽ നമ്മളൊരു കാര്യത്തിന് ലോക്ക് ചെയ്യണം, സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രഹിക്കുക, പ്രോസസ്സ് ചെയ്യുക, അതാണ് ഫസ്റ്റ് തിങ്. നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഈ സാധനത്തിൽ കൊടുക്കുക. അതായത് നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മളുടേതായ എന്തെങ്കിലും ഒരു ഡൂഡിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രോണിം, എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു കാര്യത്തിന് കൊടുക്കുക. അതായത് നമ്മളുടേത് എന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്, അതൊരു നാച്ചുറൽ കോമൺ കൺസെപ്റ്റ് ആണ്. പക്ഷേ നമ്മളുടേതായ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ, നമ്മുടേതായ ഒരു എലമെന്റ്, നമ്മുടേതായ ഒരു സിമ്പൽ, അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ആ ഒരു കാര്യം ആദ്യം കണക്ട് ചെയ്യും. ആ ഒരു കാരണം നമ്മളിൽ നിന്നുണ്ടായതാണ്, ദാറ്റ്സ് ആ ക്രിയേറ്റിവിറ്റി. സോ നമ്മുടെ ബ്രെയിൻ ആദ്യം അത് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്തതിലൂടെ അസോസിയേറ്റീവ് മെമ്മറി വർക്ക് ചെയ്യുന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കണക്ട് ആയി പോകുന്നതും നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ 4th മെത്തേഡിൽ ക്രിയേറ്റ് സംതിങ് ഓഫ് യുവർ ഓൺ ടു അസോസിയേറ്റ് വിത്ത് ഇറ്റ്, അതാണ്. സോ ഇനി 5th മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കൂടുതൽ കുറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ മെമ്മറി ലോസ് ആവുന്നത്. അത് മാത്രമല്ല നമ്മുടെ മെമ്മറി ലോസിന് നമ്മൾ പിന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങളൊരു കാര്യം മറക്കണം എന്ന് വിചാരിച്ച് പഠിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും അത് വേണ്ട, എനിക്കിത് ഇഷ്ടമില്ല, മറക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക, പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറക്കില്ല. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ട്രിക്കാണ്. കാരണം നമ്മൾ മറക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഓൾറെഡി അതിനകത്തുണ്ട്. ഞാൻ ആനയെ പറ്റി മറക്കരുത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ആന എന്ന് പറയുന്ന സംഭവം അതിനകത്തുണ്ട്. സോ ഈ മറക്കരുത് എന്ന് ആലോചിക്കുന്നതിലൂടെ ശക്തമായി നമ്മൾ മറക്കരുത് എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, സംഭവം വെച്ച് ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു വിൽ നോട്ട് ഫൊഗെറ്റ് ഇറ്റ്. നമ്മൾ ആ ഒരു മെമ്മറി റീറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 5th ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് മെമ്മറിയും ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ, ആക്ച്വലി മെമ്മറി, ബ്രെയിൻ ഫങ്ഷൻ എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നേരെയല്ല, നമ്മൾ ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം അടുക്കും ചിട്ടയില്ലാതെ ഒരുപാട് ഫ്രണ്ട്സിൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഇമ്പൾസീവ് ആണ്, നമുക്ക് ഒരു തോട്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാറ്റേർഡ് തോട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. സോ കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുക, ഒന്ന് അടുക്കും ചിട്ടയിലാക്കുക. നമ്മളുടെ മൈൻഡിൽ തന്നെ കാര്യങ്ങളെ ഒന്ന് അടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ടാസ്ക് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം, ഒരു ചെറിയ ടു ഡു ലിസ്റ്റ് വിച്ച് യു ക്യാൻ ടിക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഓരോന്നിൻ്റെ താഴെയായിട്ട് അടുക്കി പറക്കി വെക്കുക നമ്മുടെ തലയിൽ തന്നെ ഓരോരോ ഇൻഫർമേഷൻസിനെ. അങ്ങനെ നമ്മൾ അടുക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണ് എന്തിരിക്കുന്നു, എന്താണ് അവിടെ ഇരിക്കേണ്ടത്, എന്താണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഓർക്കാൻ പറ്റും. സോ അതാണ് ഇന്നത്തെ 5 tips to memory retention which will completely help you out. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറി ടിപ്സ് ഉണ്ട്, നിങ്ങൾക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബൈ ബൈ, സീ യു ഇൻ അനദർ വീഡിയോ.